അതുകൊണ്ടാണ് ഡാമിന് പേര് വന്നത് ഭൂതം താൻ എത്തിയ ഡാം. അതുകൊണ്ടാണ് അതിന് ആ കുരങ്ങാച്ചി മല എന്ന പേര് വന്നത്. കുരങ്ങാച്ചി മല താമരയാണ്. ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 5:05 ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഊബർ ഓട്ടോയിൽ ഞാൻ ഇപ്പോൾ ചെന്നെത്തുന്നത് എറണാകുളം KSRTC സ്റ്റാൻഡിലാണ്. എറണാകുളം അയ്യപ്പൻകാവിൽ നിന്നും KSRTC സ്റ്റാൻഡ് വരെ ഏകദേശം 90 രൂപയാണ് രാവിലത്തെ യൂബർ ചാർജ് ആയത്. അങ്ങനെ ഞാൻ സ്റ്റാൻഡിലെത്തി. ബസ്സുകളൊക്കെ സ്റ്റാൻഡ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ യാത്രേൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ KSRTCൻ്റെ BTC അഥവാ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ട് ഭൂതത്താൻകെട്ട് ഡാം, മാമലക്കണ്ടം, ഇല്ലിത്തോട്, മാൻകുളം, ആനക്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ് തുടങ്ങിയ ടൂറിസ്റ്റ് പോയിൻറ്റുകൾ സന്ദർശിക്കുക എന്നതാണ്. രാവിലെ ഏകദേശം 5:30 ആകുമ്പോഴാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. 5:30 എത്താനാണ് പറഞ്ഞത്. ഞാൻ ഏകദേശം 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് ഒന്ന് KSRTC സ്റ്റാൻഡ് ഒന്ന് വലം വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. രാവിലെ 5:45 പുറപ്പെടുന്ന ഈ യാത്ര നമ്മൾ ഏകദേശം രാത്രി 11:30 ആകുമ്പോഴാണ് ഇവിടെ തിരിച്ചെത്തുക. അതിന് ഏകദേശം 830 രൂപയാണ് ഈടാക്കുന്നത്. അതിൽ ലഞ്ച് ഇൻക്ലൂഡാണ്. ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും രാത്രി ഡിന്നറും നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ പ്രവീൺ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ. നമ്മൾ ഇവിടുന്ന് KSRTCയുടെ 704 നമ്പർ ബസ്സിനാണ് പുറപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ബസ് 704 നമ്പർ ബസ് എല്ലാവരും വെയിറ്റ് ചെയ്ത് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഭൂരിഭാഗം ആൾക്കാരും എത്തിയിട്ടുണ്ട്. എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് അവിടെ ഇവിടെ മാറി മാറി നിൽക്കുകയാണ്. എല്ലാവരും സമയമാകുമ്പോഴത്തേക്കിന് ബസ്സിലേക്ക് കയറാൻ വേണ്ടി വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ പുറപ്പെടാൻ പോവുകയാണ്. ബാക്കി കുറച്ച് ആൾക്കാരുണ്ട്. അവർ പോകുന്ന വഴിക്ക് വൈറ്റിലിൽ നിന്നും കടവന്ത്രയിൽ നിന്നൊക്കെ കയറും. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും സീറ്റിലേക്ക് കയറിയിട്ട് അവരവരുടെ സീറ്റ് നമ്പറൊക്കെ നോക്കിയിരുന്ന് യാത്രയ്ക്ക് വേണ്ടുന്ന തുടക്കം കുറിക്കാൻ പോവുകയാണ്. നമ്മുടെ ബസ് കൂടാതെ മറ്റൊരു ബസ്സും കൂടി ഇതേ റൂട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം ആൾക്കാർ അധികമായതുകൊണ്ട് ഒരു ബസ്സും കൂടി ആ റൂട്ടിലേക്ക് തന്നെ അവർ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി സീറ്റൊക്കെ ഇരുന്നു. ഇത് മനോജ് കുമാർ AT. ഇദ്ദേഹമാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ, അതായത് കോർഡിനേറ്റർ. പുള്ളി വളരെ വളരെ ആക്റ്റീവാണ്. നമ്മുടെ ടൂറിനെ വളരെ വിജയിപ്പിക്കാൻ വേണ്ടി പുള്ളി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ പ്രവീൺ ചേട്ടൻ ഡ്രൈവർ നമുക്ക് അടിപൊളിയായിട്ട് ഹൈ റേഞ്ച് യാത്ര ആസ്വദിക്കാൻ വേണ്ടി പുള്ളി അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മളിവിടെ സ്റ്റാൻഡിൽ നിന്ന് 2 ബസ്സുകളും ഒരുമിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി സുഹൃത്തുക്കളെ. അങ്ങനെ ഏകദേശം നമ്മളിപ്പം കടവന്ത്ര എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. രാവിലത്തെ യാത്ര നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ബസ് കയറി നമുക്ക് നമ്മുടെ കോർഡിനേറ്റർ മനോജ് സാർ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി. നമ്മൾ ആദ്യം പോകുന്നത് ഭൂതത്താൻകെട്ടിലേക്കാണ്. ഇപ്പം നമ്മൾ ഇവിടെ നമുക്ക് മൊത്തം 45 പേരാണുള്ളത്. ഈ 45 പേര് സീറ്റ് കൂടുതലുണ്ട്. 52 സീറ്റ് വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് 2 സീറ്റ് ഒഴിച്ച് ബാക്കി എവിടെ എടുക്കുന്നത്? 2 സീറ്റ് ആരെങ്കിലും അറിയാമല്ലോ. ഒന്ന് ഡ്രൈവറുടെ ഒന്ന് കണ്ടക്ടർ. ഈ 2 സീറ്റ് ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞ ഉറപ്പുണ്ട്. അപ്പം നമ്മളിവിടുന്ന് കേൾക്കുന്നത് എല്ലാവരും പല വാക്കുകൾ.
പല സ്ഥലത്തുമായിരിക്കും അല്ലേ? ചില മിക്കവരും പല സ്ഥലത്തും നമ്മളിപ്പോൾ നമുക്ക് തമ്മിൽ തമ്മിൽ അറിയാൻ പാടില്ല, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല അല്ലേ? പക്ഷേ നമ്മൾ ടൂർ തുടങ്ങി വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ കാണില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഒറ്റ ഫാമിലിയാണ്. അതായത് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മക്കള്, രക്ഷിതാക്കൾ, അച്ഛൻ, അമ്മ എല്ലാം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അതേപോലെ നമ്മൾ തീർന്നു കഴിഞ്ഞാലും ഈ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാലും അതുപോലെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കേട്ടോ മാമലക്കണ്ടം. മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ സമയം കൃത്യമായിരിക്കും. കാരണം ഈ സമയം സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോ സ്ഥലത്ത് ഇറങ്ങുന്ന സമയം അവർ കയറുന്ന സമയം പ്രത്യേകം പറയും. ആ സമയം കറക്റ്റായിട്ട് തന്നെ വന്നാൽ മാത്രമേ നമുക്ക് ഈ 11 മണിക്ക് കണ്ട് തീർക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫിനിഷിംഗ് ടൈം 11 മണിയാണ്. പിന്നെ കഴിവതും നമ്മൾ കൃത്യ ടൈം തന്നെ കീപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് കയറാൻ നോക്കും. ഓരോ സ്പോട്ട് പറയും. നമ്മൾ ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഒരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ അവിടെ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഭൂതത്താൻകെട്ടിന് അണക്കെട്ടിന് ഐതിഹ്യമുണ്ട്. അവിടെ 20 മിനിറ്റാണ്. ആ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ വണ്ടി അപ്പുറത്തേക്ക് വിടും. അവിടുന്ന് തിരിച്ച് നടന്ന് സെൽഫി എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോവുക. ഇപ്പോഴത്തെ വണ്ടി ഇട്ടിട്ട് അവിടെ തിരിച്ച് വണ്ട മുമ്പേക്ക് ഫോട്ടോ എടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കയറി പിന്നെ നമ്മൾ പോകുന്നത് പുത്തൻമാവ് പറയും. പുത്തൻമാവ് എന്ന സ്ഥലത്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ഒരു കീർത്തി ഹോട്ടൽ, കീർത്തി ഹോട്ടൽ. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അവിടെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം, ദോശ, പൊറോട്ട, ചപ്പാത്തി എന്നുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് സാധിച്ചുള്ള വെച്ച് കഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മാമലക്കണ്ട ഫോറസ്റ്റിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഒരു മാമലക്കണ്ട ഫോറസ്റ്റിലേക്ക് പോകും. ഫോറസ്റ്റിൽ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ചെറിയൊരു ഇതായിരിക്കും, ഗ്രാമമായിട്ട് ചേർന്ന ഫോറസ്റ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെൻസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് സെക്ഷൻ തുടങ്ങാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രഡക്ഷനാണ്. കാരണം നമ്മളെ പറഞ്ഞ പല സ്ഥലങ്ങളിലായിരുന്നു, പല സ്ഥലത്തു നിന്ന് വരുന്നു. നമ്മൾ വണ്ടി കയറി ഒന്നിച്ച് ഇനി നമ്മൾ പരസ്പരം പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് AP മനോരമ, എറണാകുളത്തെ കണ്ടക്ടറാണ്. കണ്ടക്ടർ കം കോർഡിനേറ്ററാണ്. ഞങ്ങൾ 4 കോർഡിനേറ്റർമാരാണുള്ളത് എറണാകുളത്ത്. ഏതാണ്ട് പോയി അതിൽ ഒന്നാണ് നിതിൻ കൈലാസ്. ഇത് കണ്ടില്ല, അത് കണ്ടില്ലേ? ആ നീല ടീഷർട്ട് ഇട്ടോ ഒന്നും കണ്ടില്ലേ? സ്റ്റാൻഡിൽ നിന്ന് കയറി കണ്ടില്ലേ? അതാണ് നിതിൻ കൈലാസ്. രണ്ടാമത്തെ ഷാരിമാറിന് കണ്ടാണ് വഴിയില്ല, കണ്ടുണ്ടോ? ഇല്ല, ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെയാണ് ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അഭിലാഷ്. പുള്ളിയൊന്നും വന്നിട്ടില്ല, അടുത്ത ട്രിപ്പിനൊക്കെ പുള്ളിയുണ്ടോ? അപ്പോൾ ഞങ്ങൾ 4 കോർഡിനേറ്റർമാരുണ്ട്. നിങ്ങൾക്ക് അടുത്ത ടൂർ പോകാൻ പ്ലാനുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ടൂറുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്. ഇനി എല്ലാവരും സ്വയം പരിചയപ്പെടുത്തലാണ് കേട്ടോ. വൈറ്റിലാണ്, കളിക്കോട്ടം. അതെ അതെ, അങ്ങനത്തെ റോഡ്. ഞാൻ വിട്ടപ്പയാണ്. നമുക്കിനി പരിചയപ്പെടാം. പാട്ട്, നാടൻ പാട്ടൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവരും പാട്ട് അറിയാൻ പറ്റുന്നവരെ ഇരിക്കരുത്, എല്ലാവരും പാടണം. നമുക്കിത് അടിച്ചു പൊളിക്കണം. എന്നെന്നും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു ഉല്ലാസയാത്രയായിരിക്കണം. താങ്ക് യു. സിസ്റ്ററിനോട് പോരും. ഞാൻ തൊപ്പുപടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടണം. വൈഫാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ, ഇനി പരിചയപ്പെട്ടു. പിന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡായതാണ്. എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ചെടി വളർത്തല്, പച്ചക്കറിയൊക്കെയാണ്. പിന്നെ വീട്ടിലെ ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ദേവി, റിട്ടയർഡ് ടീച്ചറാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോളുണ്ട്, വൈഫുണ്ട്, മോൾ പുറത്ത്. ഓക്കെ, താങ്ക് യു. ഞാനും ഇന്നലെ വൈകുന്നേരം 9:30 പറയുന്നത്.
വൈഫാണ്, 81 ഇഷ്ടമാകുന്ന വൈഫാണ്. എൻ്റെ കൂടെ എൻ്റെ മോളുണ്ട്, രാവിലെ മോളുണ്ട്, പിന്നെ എൻ്റെ ആങ്ങളുടെ മോളുണ്ട് കൂടെ, പിന്നെ ചേട്ടൻ പെങ്ങളും എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല അടിപൊളി യാത്ര പിന്നെ ആശംസകൾ നേരുകയാണ്. ഹാപ്പി ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് രാജീവ്, സ്ഥലം ബന്ധവം. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അമ്മ ശൈലജ, ഇസ് മൈ വൈഫ് സുവർണ, ഡോട്ടർ വാണി, സ്ഥലം ബന്ധവം. താങ്ക് യു ആൾ. നമ്മൾ ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് പൂരത്താങ്കത്ത് ഡാം. നമ്മൾ ഈ പാറ കയറി അങ്ങനെ അപ്പുറത്ത് വരും. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ്സിലുള്ള 10-42 പേര് പരസ്പരം അങ്ങനെ പരിചയപ്പെട്ട് പേരൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിലരൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ എത്തിയിട്ട് ബസ് ഒരു സൈഡിലേക്കാക്കി മാറ്റി നിർത്തിയ ശേഷം നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി. പിന്നെ അതിനുശേഷം നമുക്ക് മനോജ് സാറ് അവിടുന്ന് എങ്ങനെയൊക്കെ പോകണമെന്നും അവിടുന്ന് എത്ര മണിയാകുമ്പോൾ തിരിച്ച് ബസ്സിലേക്ക് തന്നെ വരണമെന്നും അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മൾ അങ്ങനെ പാലം കയറി ഡാം സന്ദർശിക്കാൻ പോവുകയാണ് ഈ കാണുന്നത്. ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ ശേഷം നമ്മുടെ ഡ്രൈവർ പ്രവീൺ ചേട്ടൻ ബസ്സുമായിട്ട് അതിൻ്റെ മറുവശത്ത് പോയി നിർത്താൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. ആൾക്കാരൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പാലത്തിൻ്റെ മുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഭൂതത്താൻകെട്ടിൻ്റെ പുതിയ പാലമാണ് ഈ കാണുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ് ആൾക്കാരൊക്കെ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. അടന്ന് വരുന്ന വെള്ളച്ചാട്ടവും അതിൻ്റെ ഷട്ടറെല്ലാം അടച്ചിട്ടാന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തെ വശത്താണ് കൂടുതലും വെള്ളം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ച നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ അവിടെ നിന്ന് കാണാൻ പറ്റി. ഒരു ഷട്ടർ വഴി നല്ല ശക്തമായിട്ട് വെള്ളം വരുന്നുണ്ട്, ബാക്കിയൊക്കെ ഷട്ടർ അടച്ചിട്ടാണ് ഉള്ളത്. എല്ലാവരും തന്നെ ഗ്രൂപ്പ് ഫോട്ടോസിൻ്റെയും ഫാമിലി ഫോട്ടോസും പിന്നെ സെൽഫിയെല്ലാം ആയിട്ട് തിരക്കിലാണുള്ളത്. പിന്നെ പാലത്തിൻ്റെ തന്നെ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ ബസ് ഒരു സൈഡിലേക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഒരു വിധം മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ കാഴ്ചകൾ. അങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഒപ്പം ഉണ്ടായവരൊക്കെ അവിടെ ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടി റെഡിയായി വെയിറ്റ് ചെയ്ത് വിളിക്കുന്നുണ്ട്. ഇനി ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഐതിഹ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. കൈലാസത്തിൽ വെച്ച് ശിവനും പാർവതിയും തമ്മിൽ വഴക്കുണ്ടായി. സാധാരണ നമ്മുടെ വഴക്കുണ്ടായ പുരുഷന്മാരെ കൊണ്ട് പോകും, നേരെ വഴക്കും അല്ലെ. ഭാര്യഭർത്തമാരും തമ്മിൽ വഴക്കുണ്ടായാൽ പുരുഷന്മാർ അപ്പത്തിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പോകും. ശിവൻ പോയത് അങ്ങനല്ല. ശിവൻ പോയത് നേരെ തപസ് ചെയ്യാനാണ് പോയി. പുള്ളിക്ക് അങ്ങനെ വിഷയമുണ്ട്. വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തപസ് ചെയ്യാൻ പോകും. അങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടി വന്നത് ഈ സ്ഥലത്താണ്, ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഈ പാലം കയറി കഴിഞ്ഞ വർഷം പോകുന്നത് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ശിവൻ തപസ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ ശിവൻ അവിടെ തപസ് ചെയ്തപ്പോൾ കൈലാസ പ്രശ്നമായി. നമ്മുടെ വീട്ടിലെ കുടുംബനാഥന്മാരെന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ കൈലാസ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പാർവതിക്ക് എങ്ങനെയൊക്കെ ശിവനെ കൊണ്ടുപോകണം. അപ്പൊ ശിവനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഐഡിയ, പെട്ടെന്ന് ഞാൻ വിളിച്ചാൽ പുള്ളിക്കാരൻ വരില്ല, അയാൾ നിൽക്കുന്നത് പറഞ്ഞ പ്രശ്നമായിട്ട് അത് ഭാര്യയാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ വിളിക്കാൻ വേണ്ടി പാർവതി പോകാൻ വേണ്ടി റെഡിയായി. എല്ലാവരും ആയില്ലേ? നമ്മളെല്ലാവരും ആയില്ലേ? എല്ലാവരും നോക്കി അടുത്തത് ഒറ്റമാരും ഇല്ലല്ലോ, ഒറ്റമാരാണ് സൂക്ഷിക്കുന്നത്. ശിവനെ കൊണ്ടുവരാൻ ഐഡിയ അത് ആലോചിച്ചപ്പോഴാണ് ഈ ഡാമിലവിടെ വന്നു കഴിഞ്ഞപ്പം ഈ പുഴ ഇങ്ങനെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പോഴത്തെ ഏഴാറ്റുള്ള അമ്പലത്തില് വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ട് ഒഴുക്കി വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറും. അപ്പൊ ശിവൻ വെള്ളം കയറി പോകുമ്പോൾ ശിവൻ നേരെ തിരിച്ച് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അപ്പം ആ ട്രിക്കാണ് പാറയിൽ പ്രയോഗിച്ചത്. അപ്പൊ ഡാം പണിയാനായിട്ട് ഏൽപ്പിച്ചത് ഭൂതഗണങ്ങളെയാണ്, ശിവന്റെ ഭൂതഗണം. അപ്പൊ ശിവന്റെ ഭൂതഗണം അറിയാലോ, രാത്രിയായ ഭയങ്കര ശക്തിയാണ്, പകലായ ശക്തി പോകും. പകലായി കഴിഞ്ഞാൽ ഭൂതഗണങ്ങളുടെ ശക്തി നശിക്കും, രാത്രിയാണ് അവർക്ക് ശക്തിയുള്ളത്. അപ്പൊ അവരെല്ലാവരും കൂടെ ഭൂതഗണങ്ങളൊക്കെ നിൽക്കുന്ന വലിയ ഭാഗത്തുണ്ട്, വലിയ
പാറക്കല്ലുകൾ എടുത്തോണ്ട് വന്നിട്ട് ആ ഇതാണ് കുറച്ച് ഭാഗം ഇനി നദിയുടെ ഗ്രാമത്തില്ലേ ആ ഡാമിന്റെ അവിടെ അണലിക്കും ഓരോരോ വലിയ പാറക്കല്ലുകൾ വലിയ വിസ്താരമുള്ള കല്യാണം നമ്മുടെ ഉദ്ദേശമല്ല വലിയ ഏക്കറത്തിൽ കളിച്ചുള്ള പാറക്കല്ലുകൾ അവിടെ ഡാം കഴിയുമ്പോൾ ഈ സമയത്ത് മുക്കാൽ ഭാഗം വെച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രാത്രി സംഭവം മുക്കാൽ ഭാഗം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മനസ്സിലായി എന്താണ് ഇപ്പൊ ചൂട് അടച്ചു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ വെള്ളപ്പൊക്കമാവും അവിടെ വെള്ളം കിട്ടും അപ്പൊ അതുകൊണ്ട് ശിവൻ പെട്ടെന്ന് ശിവന് മനസ്സിലായിട്ട് ശിവൻ ഒരു 3:45 ശിവൻ എഴുന്നേറ്റിട്ട് ഒരു പൂവൻകോഴിയുടെ മുഖത്ത് വന്ന് ആ പാറയുടെ പേര് നിന്ന് മൂടി അപ്പൊ കോഴി എന്താ സംഭവിക്കുന്നത് നേരം വെളുപ്പം വിചാരിച്ചു കോഴി കൂടി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു നേരം വെളുപ്പം വിചാരിച്ചു അങ്ങനെ നേരം വെളുപ്പം വിചാരിച്ചു ആ പൂള കണക്കില് എത്ര പാറ ബാക്കി പൂളത്തില്ല മുക്കാൽഭാഗത്തുള്ളൂ ബാക്കി 4 ഭാഗം ഇടാണ്ട് അത് പൂവായിരുന്നു അങ്ങനെ അത്രയും ഭാഗം 3/4 ഭാഗം അങ്ങനെ ഇട്ടുകയും 4 ഭാഗം ആ രക്താവുകയും ചെയ്യും അതുവഴി വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതായിരുന്നു ആ ഉദ്ദേശം ശിവന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ഉദ്ദേശം അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ആ നേരം വെക്കുന്നതിന് മുമ്പ് പൂള കണക്കില് ആ പാറയൊക്കെ എടുത്തിട്ട് പോയി പാറ എടുത്തിട്ട് പൂള കണക്കിന് കുറിച്ച് പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ഡാമിന് പേര് വന്നത് മൂലം താൻ എത്തിയ ഡാം അണക്കെട്ട് മൂലത്താൻ അണക്കെട്ട് മൂലം തന്നെ എത്തിയ അണക്കെട്ട് അങ്ങനെയാണ് പേര് വന്നത് നിങ്ങളെ പാറത്തിന്റെ അവിടുന്ന് റൈറ്റ് സൈഡില് കണ്ടൊരു കാടില്ലേ അവിടെയാണ് അതിന്റെ ശരിക്കും അന്ന് കെട്ടിയ പാറ ഇപ്പോഴൊന്നാ പറയുന്നത് നേരത്തെ പോകാമല്ലോ നേരത്തെ പോയിട്ടുണ്ട് പോകാൻ ഇപ്പൊ അടച്ചിട്ടിരിക്കണം ഇപ്പൊ അടച്ചിട്ടിരിക്കുമ്പോ അവിടെ പോകാറുണ്ട് അവിടെയാണ് കാട് ഒരു ഗുഹ എന്നൊക്കെയാണ് പറയുന്നത് ഗുഹയുണ്ട് പക്ഷെ ഇതാണ് ശരിയാവാൻ വേണമെന്നില്ല എല്ലാ ഗ്രാമുണ്ടാവും ഇനി അടുത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകണം ഒരു അങ്ങനെ നമ്മൾ അന്ത്യാക്ഷരമൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി വരുമ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏർപ്പാടാക്കിയ സ്ഥലത്ത് എത്തി. അവിടെ ഒരു കീർത്തി ഹോട്ടലാണ് ഫുഡ് ഏർപ്പാടാക്കിയത്. അത് സെൽഫ് സർവീസാണ്. നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടുത്തെ ക്യാഷ് കൊടുത്താൽ മതി. ഏകദേശം 3-4 തരം ഐറ്റംസ് നമുക്ക് വേണ്ടി അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം, പിന്നെ പൊറോട്ട, മുട്ടക്കറി, ദോശ, ഇടിയപ്പം തുടങ്ങിയവയാണ് അവിടെ ഉള്ള ഫുഡ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ആവശ്യത്തിന് എല്ലാവരും ഫുഡ് ആവശ്യത്തിന് എടുത്ത ശേഷം അവരവരുടെ പേയ്മെൻറ്റ് അവരവരെ സെറ്റിൽ ചെയ്യുക ഇത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്ത ശേഷം വീണ്ടും യാത്ര തുടങ്ങേണ്ട തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ഡ്രൈവർ പ്രവീൺ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ്. അടുത്ത ഇനി നമ്മൾ അവിടെ കല്യാണക്കട അവിടുന്ന് റൈറ്റ് കാര്യം പറയാം. ഇനിയിപ്പോ കുറച്ച് പാട്ട് വെക്കാം കേട്ടോ. അടിച്ചൊരു പാട്ട് വെക്കാം. കുറച്ച് റേഞ്ചിൽ വരുന്നത് റേഞ്ച് പോയാൽ പിന്നെ രക്ഷയില്ല.
ഇത് ചെറിയൊരു പാലം പണി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് കയറ്റിയ വണ്ടിക്ക് അതുവഴി പോകാൻ പറ്റില്ല. റോഡാണെങ്കിൽ വളരെ വീതി കുറഞ്ഞതും അധികം ടാർ ചെയ്യാത്തതായ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി കുറച്ച് സമയം നടക്കുക ചെയ്തത്. നല്ല ചെറിയൊരു കയറ്റമുണ്ട് കയറാൻ. നമ്മുടെ ബസ്സിന് പുറത്ത് തന്നെ കുറച്ച് റൈഡർ ഗേൾസും വരുന്നുണ്ടായിരുന്നു. അവരെ നമ്മൾ മുന്നിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത്. ഇത് ഫുൾ കയറ്റായതുകൊണ്ട് അവർക്ക് നമ്മൾ പുറകെ തന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡാക്കി ആ ബൈക്കുകൾ കയറ്റി വിട്ടു. ഓപ്പോസിറ്റ് കുറച്ച് കാറുകളൊക്കെ അന്നേരം തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കല്യാണി പാറയിലാണ്. നമ്മൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട 2 ബാച്ചും ഏകദേശം ഒരേ സമയത്താണ് അവിടെ എത്തിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. തുടർന്ന് നമുക്ക് മുന്നേ എത്തിയവർ യാത്ര പുറപ്പെട്ടു തുടങ്ങി. നമ്മളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ എല്ലാവരും കൂടി ബസ്സിൻ്റെ അവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോസും കൂടി എടുത്ത ശേഷമാണ് അവിടുന്ന് യാത്ര തിരിച്ചത്. ഈ യാത്രയിൽ എല്ലാവരും തന്നെ നല്ല എൻജോയ്മെൻറ്റ് മോഡിലേക്കായി കഴിഞ്ഞു. ആയതിനാൽ തന്നെ ഈ യാത്ര ഒരു നല്ലൊരു ഫ്രണ്ട്ലി യാത്രയായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാടിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ KSRTCയിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാത സൂര്യൻ്റെ പൊൻകിരണം മരത്തിൻ്റെ ചോലകൾക്കിടയിലൂടെ ഈ കാട്ടിൽ പതിക്കുന്നത് കാണാൻ തന്നെ എത്ര മനോഹരമാണ്. ഈ യാത്രയിൽ നമ്മൾ ബസ്സിൻ്റെ ഇരുവശത്തുള്ള കാനന സൗന്ദര്യം ആസ്വദിച്ച് ഇപ്പോൾ ഏകദേശം മാമലക്കണ്ടം എത്താറായി. ആ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയ ശേഷം സ്കൂളിന് പുറകുനിന്ന് വരുന്ന ആ വലിയ മലയും അവിടെ ഓഫ് റോഡിനായി നിർത്തിയിട്ട ജീപ്പൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിച്ചു. ഇതാ നോക്കൂ, ആ സ്കൂളിൻ്റെ പുറകിലെ വലിയ മലയിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ? ആ ഒരു വൈറ്റ് കളർ കാണുന്നത് അതൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം കാണാൻ തന്നെ അതിമനോഹരമാണ്. അതിനുശേഷമാണ് നമുക്ക് മുന്നെയാണ് ആ റൈഡർ ഗേൾസ് അവിടെ എത്തിയത്. അവർ അവിടുന്ന് യാത്ര തിരിച്ചു. നമ്മൾ എല്ലാവരും ആ സ്കൂൾ കവാടത്തിൻ്റെ അവിടെ നിന്നാണ് കൂടുതലെല്ലാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇനിയുള്ള യാത്ര കുറേ മലകളും കുന്നുകളും കയറിയിട്ടുള്ള യാത്രയാണ്. KSRTC ഡ്രൈവറുടെ അതിസാഹസികമായ ഡ്രൈവിംഗ് നമുക്കിനി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തു നിന്നും ആനക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു അരുവി കണ്ടു. ആ അരുവീൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം വണ്ടി സൈഡാക്കി അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുക ചെയ്തത്. ഒരു അത്യാവശ്യം നല്ല വെള്ളമായിരുന്നു. ഒഴുകി വരുന്ന അടിപൊളി വെള്ളമായിരുന്നു. ചെറിയൊരു മലമുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ചിലർ കുട്ടികളൊക്കെ ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. വെള്ളം അവിടെ ഇവിടെയായിട്ട് ചില പാറക്കെട്ടുകൾക്കടിയിലൂടെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു പാറയിടുക്കുകളാണ് അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക്. കുറേ ആൾക്കാർ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാനൊക്കെ നല്ല ആശ്വാസമായിരുന്നു. അങ്ങനെ 10-20 മിനിറ്റ് അവിടെയും ചിലവഴിച്ച ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത്. അവിടെ പണ്ട് ധാരാളം ചുരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ കൊരങ്ങാട്ടി മല എന്ന പേര് വന്നത്. കൊരങ്ങാട്ടി മല കഴിഞ്ഞാൽ അടുത്തത് പ്ലാമല. ഈ 2 മല കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്കുളത്തെത്തുന്നത്. അപ്പൊ ഈ കൊരങ്ങാട്ടി മല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ്. അത് നല്ല രസമാണ്. അതിൻ്റെ കയറുന്ന കാണാൻ നല്ല രസമാണ്. അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കൊരങ്ങാട്ടി മല ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് കയറും. നമ്മളിവിടെ കുറച്ച് മുമ്പോട്ട് ലെഫ്റ്റ് കയറും. അത് കേട്ടോ.
പെരുങ്ങാട്ടി മല കഴിഞ്ഞു, അത് ഇറങ്ങി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് പ്ലാമലയാണ്. പ്ലാമല എന്ന് പറയുന്ന മല കഴിഞ്ഞ് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആനക്കുളം എത്തുന്നതിന് മുന്നേ നമുക്ക് ഏകദേശം ലഞ്ച് കഴിക്കുന്ന സമയമായി. നമ്മളവിടെ ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു ഇതുണ്ട്, അവിടെയാണ് ഫുഡ് ഏർപ്പാടാക്കിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. മീൻകറിയുണ്ട്, തോരനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇതൊക്കെയായിരുന്നു മെനു. ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു വലിയ മലയും അവിടെ തന്നെ താഴെ തന്നെ ഒരു പുഴയൊക്കെ ഉണ്ട്. ആ പുഴയിൽ പോയിട്ട് എല്ലാവരും നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ആനക്കുളം എത്തിക്കഴിഞ്ഞു. ചെറിയ ഒരു മഴച്ചാറ്റൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്താ ഇവിടെ ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. ഒരു കൂട്ടത്തോടെ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ആനയുണ്ട്, പിന്നെ കുറച്ച് ചെറിയ കുട്ടി ആനകളും ഉണ്ട്. എല്ലാ സമയവും പോയാൽ ചിലപ്പോൾ ആനനെ കാണണമെന്നില്ല. നമുക്ക് എന്തായാലും ആനനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ആനക്കുളത്തിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു അമ്പലവും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്വർഗപുത്രി നവരാത്രി. താങ്ക് യു. എങ്ങോട്ടാണി തിടുക്കം നീതനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാവിരുങ്ങേ ആലായാൽ താറാ വേണം അടുത്തൊരമ്പലം ചേർന്നൊരു
കുളം വേണം, കുളിപ്പന കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. തരാതെ പോൽ മറഞ്ഞ വസന്തകാലം അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലെത്തി. ഏകദേശം 2000 ഏക്കറിന് മുകളിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഇവിടുത്തെ തേയിലകളൊക്കെ അതിമനോഹരമായിട്ട് പച്ച നിറത്തിൽ തളിർത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നത് തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ.
അയ്യോ